ഇന്നലെ ഓഫീസിൽ വന്നു കയറിയ ഒരുത്തൻ എന്നെക്കാൾ മിടുക്കൻ, സിഇഒയ്ക്ക് പ്രിയപ്പെട്ടവൻ. അവൻ എന്നെ തല്ലിയവനാണെന്ന് പറഞ്ഞിട്ടും അവനോട് ഞാൻ ക്ഷമിക്കണം. അവന് ഞാൻ ജോലി കൊടുക്കണം, അല്ലേ? ആരാ അവൻ? എന്താ സിഇഒയ്ക്ക് അവനുമായിട്ടുള്ള ബന്ധം? പറയൂ. സിഇഒ എന്തു പറഞ്ഞു മാഡം? സിഇഒയുടെ തീരുമാനം ഇയാൾ ഇവിടെ തുടർന്നോട്ടെന്നാ. സോ നിനക്കിവിടെ തുടരാം. ഒരു കണക്കിന് നോക്കിയാല് നീ ഇവിടെ എന്റെ കാൽ ചുവട്ടിലുണ്ടാവുന്നത് നല്ലതാ. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചുണ്ടായ അപമാനത്തിന്റെ കണക്കേ എന്റെ മനസ്സിലുണ്ട്. അത് ചിലപ്പോ ഒരായുസ് കൊണ്ടാവും നീ തീർക്കേണ്ടി വരിക. ഗുഡ് ലക്ക്. വരുൺ, എന്താ ഇതൊക്കെ? ഞാൻ പ്രതീക്ഷിച്ചില്ല സർ. പൊതുവേ ഇത്തരം കാര്യങ്ങളോട് എനിക്ക് പ്രതികരണം കൂടുതലാണ്. മാഡവും മാഡത്തിൻ്റെ കൂട്ടുകാരും ഒരു കുട്ടിയെ വണ്ടി അടിച്ചിട്ടിട്ട് ഒരു മര്യാദ ഇല്ലാതെ പോകാൻ തുടങ്ങുമായിരുന്നു. അതെങ്ങനെ ഞാൻ നോക്കി നിൽക്കുന്നത്? കാര്യമൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ സോന മാഡത്തിന്റെ വാശി ഇവിടെ എല്ലാവർക്കും അറിയാം. സോ ബി കെയർഫുൾ. പക്ഷെ ഒരു കാര്യം സർ, സോനമ്മയുടെ ഒരാളുടെ മുന്നിൽ തല താഴ്ത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ വീഡിയോ ഇട്ട ആള് അയാളാ. ഞാൻ അതും പറഞ്ഞ് പൊക്കിളയെന്ന് വിചാരിച്ചോ? ഏയ് ഇല്ല, ആത്മാർത്ഥമായിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞാല് അതെനിക്ക് മനസ്സിലാവും. സോറി കേട്ടോ. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഓട്ടപ്രദർശനമാണ്. ദിവസേന പുതിയ പുതിയ കണ്ടന്റുകൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ മുമ്പ് പറഞ്ഞ തിരുത്താൻ സമയം കിട്ടാറില്ല. പക്ഷേ ഇത് നമുക്കങ്ങ് തിരുത്തിക്കളയാം. രാധികേ, നമുക്ക് തൻ്റെ ഒരു ബൈറ്റിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഓക്കെ. എങ്ങനെയാണ് ആറ്റുവാശ്ശേരി സദ്യയുടെ ആരംഭം? ആരൊക്കെയാണ് അതിൻ്റെ പുറകിൽ? അതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ബൈറ്റ്സും നിങ്ങൾ പാചകം ചെയ്യുന്ന ഏരിയയും അതൊക്കെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ ആണോ? ആ ഓക്കെ.
രാധിക, വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അത് കണ്ടിട്ട് രാധിക എന്നെ ഒന്ന് വിളിക്കണം. ആ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് പറയണം. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഞങ്ങളോടും വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടം പറയാൻ അധിക സ്ഥലങ്ങളില്ല. ഇറ്റ്സ് ഓക്കെ. ആറ്റുവാശ്ശേരി സദ്യ 2ാമത് തുടങ്ങാനായിട്ട് തയ്യാറായിക്കോളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ കരുതിയതേ ഈ മനസ്സിൽ എന്നെക്കാൾ വലുതായി മറ്റൊന്നും ഇല്ലാന്നാ. പക്ഷെ അത് തെറ്റാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഓഫീസിൽ വന്നു കയറിയ ഒരുത്തൻ എന്നെക്കാൾ മിടുക്കൻ, സിഇഒയ്ക്ക് പ്രിയപ്പെട്ടവൻ, അവൻ എന്നെ തല്ലിയവനാണെന്ന് പറഞ്ഞിട്ടും അവനോട് ഞാൻ ക്ഷമിക്കണം. അവന് ഞാൻ ജോലി കൊടുക്കണം, അല്ലേ? ആരാ അവൻ? എന്താ സിഇഒയ്ക്ക് അവനുമായിട്ടുള്ള ബന്ധം? പറയൂ. എന്റെ മോക്ക് എന്താ അറിയേണ്ടത്? എന്താണ് വരുണിന്റെ പ്രത്യേകതയെന്നോ? ദേ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ മോളുടെ മുഖത്തടിച്ചിട്ട് പോലും അവനോട് ഞാൻ ക്ഷമിക്കുന്നത് എന്തിനാണെന്നോ? അതെ, എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പോഴാ നമ്മുടെ കമ്പനിയിൽ അവനുള്ള അപ്പോയിന്റ്മെന്റ്. കൂൾ സോന. ദേ, ഈ വരുൺ ആരാണെന്ന് ശരിക്കും അറിയാമോ മോൾക്ക്? കണിമംഗലം ചന്ദ്രശേഖരന് നിനക്കറിയാം. ചന്ദ്രശേഖരന്റെ ഏട്ടൻ കണിമംഗലം പരമേശ്വരന്റെ മകനാണിവൻ. ഇവനും ഇവന്റെ ഭാര്യ രാധികയും ചേർന്ന നിന്റെ ചേച്ചിക്ക് ജയിൽവാസം സമ്മാനിച്ചത്. എന്നിട്ടാണോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സീറ്റില് നമ്മുടെ കമ്പനിയിൽ അവനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എന്നോടിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ആ റോഡിൽ വെച്ച് അവനെ കണ്ട കാഴ്ചയിലും അവന്റെ തലയിൽ ഞാൻ വണ്ടി ഓടിച്ചു കയറ്റിയാനെ. നിനക്കറിയില്ലേ മോളെ, ഒറ്റയടിക്ക് ഒരാളെ കൊല്ലുന്ന പ്രതികാരത്തില് നിന്റെ ചേച്ചിക്ക് വിശ്വാസമില്ലെന്ന്. തട്ടിക്കളിച്ച് രസിപ്പിച്ച് കൊല്ലണം. അപ്പോഴാണ് മരണത്തിന്റെ പെയിൻ എന്താണെന്ന് അവര് ശരിക്കും അറിയൂ. സത്യത്തിൽ അവൻ നമ്മുടെ കമ്പനിയില് ജോലിക്കൊന്നും അപ്ലൈ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ അവനെ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് വരുത്താൻ ഉപയോഗിച്ച മാർഗമാണ് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് നേരിട്ട് അവനെ ഇന്റർവ്യൂവിന് വിളിപ്പിച്ചത്.